രാക്ഷസ പ്രണയം. രചന പ്രണയിനി രാഖി. അവതരണം അഷിക. എല്ലാം കേട്ട അച്ചു ദശനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദശ് അവളുടെ നോട്ടം കണ്ടൊന്ന് ചിരിച്ചു. ദശേട്ടന്റെ ചിരി കാണാൻ എന്ത് ഭംഗിയാ. അച്ചു പതിയെ അവന്റെ മുഖം തിരിച്ച് തന്റെ നേർക്കാക്കിയതിനു ശേഷം അവന്റെ ചുണ്ടുകളിലേക്ക് തന്റെ ചുണ്ടുകൾ ചേർത്തു. പതിയെ കീഴ്ചുണ്ടിൽ അമർത്തി ഉമ്മ വെച്ചതും ദശ ചുംബനം ഏറ്റെടുത്തു. വന്യമായി തന്നെ കീഴ്ചുണ്ടിൽ നിന്ന് മേൽചുണ്ടിലേക്ക് ചേക്കേറി. അവിടെ നിന്ന് അവളുടെ നാവിനെ തൊട്ടത് അച്ചു ഒന്ന് ഉയർന്നു പൊങ്ങി. അവന്റെ നാവും അവളുടെ നാവും തമ്മിൽ നാഗങ്ങളെ പോലെ ചുറ്റി വരിഞ്ഞു മുറുക്കി. അവളുടെ നാവിലെ തേനിനെ ഉറിഞ്ചിയെടുത്ത് അച്ചുവിന് തന്റെ നാവ് പറഞ്ഞു പോകുമെന്ന് തോന്നിയതും അവന്റെ മുതുകിൽ അവൾ തല്ലുകയും ഇടിക്കുകയും ചെയ്തു. ഒടുവിൽ മനസ്സില്ലാ മനസ്സോട് അവളുടെ നാവിനെ ഒന്നുകൂടി ഉറിഞ്ചിക്കൊണ്ട് വിട്ടകന്നു. അച്ചു നെഞ്ചിൽ കൈവച്ച് ആഞ്ഞു ശ്വാസം വലിച്ചെടുത്തു. ഇത്രയും ടൈമായില്ലേ, നമുക്ക് കിടക്കാം. ഇവിടെയോ? യെസ്. അല്ല, ഇത്രയും ഓപ്പൺ പ്ലേസിലോ? സോ വാട്ടല്ല കൂട്ട്. ഇന്ന് എന്തായാലും എന്തെങ്കിലുമൊക്കെ നടക്കും. അപ്പൊ ഇത്രയും ഓപ്പൺ പ്ലേസ്? അതൊന്നും പറ്റില്ല, നമുക്ക് വില്ലേ പോകാം. ഞാനും നീയും ഇന്ന് ഇവിടെയാണ്. അച്ചു വേറെ നിവർത്തിയില്ലാതെ മൂളി. ദശ അച്ചുവിനെയും കൊണ്ട് കുറച്ചു മുന്നോട്ടേക്ക് നടന്നതും സൂപ്പർ ട്രീ ഒബ്സർവേറ്ററി അടുത്ത് കാണാൻ സാധിച്ചു. അതിന്റെ അടുത്ത് വന്നപ്പോഴാണ് ഇത് ഇത്ര ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലായത്. ബ്രിഡ്ജിൽ നിന്നും കാണുന്നതിനേക്കാൾ കൂടുതൽ മനോഹരമാണിപ്പോൾ. ലൈറ്റുകളെല്ലാം തെളിഞ്ഞ് ഒരു വർണ്ണാഭമായ കാഴ്ച. അച്ചു അതിനെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. പിന്നെ അവിടെ നിന്ന് നേരെ നടന്നത് ഫ്ലവർ ഡോം. ഒരുപാട് പൂക്കൾ കൊണ്ട് അലങ്കരിച്ച പൂന്തോട്ടം. വിവിധ നിറത്തിലുള്ള പൂക്കളും അവയെല്ലാം ഒരുമിച്ച് കൂട്ടിച്ചേർത്തിരിക്കുന്നു. അവയിൽ നിന്നും വമിക്കുന്ന സുഗന്ധവും അച്ചു നാഞ്ഞു വലിച്ചു. എല്ലാ പൂക്കളുടെയും ഗന്ധം കൂടി ചേർന്ന് മറ്റൊരു ഗന്ധം, അതും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സ്മെൽ. അതെല്ലാം കണ്ടും തൊട്ടും അച്ചു മുന്നോട്ട് നടന്നു. കൂടെ ദശുണ്ടെങ്കിലും ഇതെല്ലാം കണ്ട ഭംഗിയിൽ ഒരു നിമിഷം വിസ്മരിച്ചു നിന്നുപോയി. അവിടെ നിന്നും കുറച്ച് മുന്നോട്ട് പോകുന്തോറും വനമായി തോന്നി. മനുഷ്യനേക്കാൾ 10 ഇരട്ടി വലിപ്പമുള്ള മരങ്ങൾ കൊണ്ട് തീർത്ത നിബിഡവനം. ഉള്ളിലേക്ക് നടക്കുന്തോറും അന്ധകാരം കൂടി വരുന്നു. അച്ചുവിന് കൂടുതൽ ഭയം തോന്നിയതും അവൾ പിന്തിരിഞ്ഞു നോക്കി. അവിടെ തന്നെ നോക്കി നിൽക്കുന്ന ദശനെ കണ്ടതും ഓടിച്ചെന്ന് അവന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് ദശ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഉള്ളിലേക്ക് നടക്കുമ്പോൾ അച്ചു ചുറ്റും വീക്ഷിക്കുന്നുണ്ട്. വല്ല മൃഗങ്ങളോ മറ്റോ ഉണ്ടോ എന്ന് നോക്കാൻ. ഡോണ്ട് പാനിക് മൈ ബാർബി ഗേൾ, there is no animals, only birds and beautiful butterflies. അത്രയും മതിയായിരുന്നു അവളിലേക്കുള്ള ഭയത്തിന്റെ തോത് കുറയാൻ. കുറേ ദൂരം അതിന്റെ ഉള്ളിൽ കൂടി നടന്നത്. ഒരു സ്ഥലത്തെത്തിയപ്പോൾ ദശ ഒന്ന് നിന്നു. പതിയെ ഒരു മരത്തിന്റെ അടുത്തൊരു സ്വിച്ച് കണ്ടതും അതിലൊന്ന് അമർത്തി. മരത്തിന്റെ കൊമ്പുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു ലിഫ്റ്റ് വന്നു. അതിൽ അച്ചുവിനെ കയറ്റി. കൂടെ അവനും കയറി മുകളിലേക്ക് പോയി. അച്ചു ഭയന്ന് കണ്ണുകൾ ഇറുക്കി അടച്ച് അവനെ ചുറ്റിപ്പിടിച്ചിരുന്നു. മുകളിലെത്തിയതും അച്ചുവിനെ അതിൽ നിന്നും പുറത്തിറക്കി. മുഴുവൻ അന്ധകാരം വ്യാപിച്ചിരിക്കുകയാണ്. അതിലൂടെ നടന്നു ചെന്നതും അവിടുത്തെ കാഴ്ച കണ്ടതും അച്ചുവിന്റെ കണ്ണുകൾ മിഴിഞ്ഞു. അച്ചു ദശനെ തിരിഞ്ഞു നോക്കി. അവിടെ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് അവൻ. അച്ചു ഉമിനീരിറക്കി ചുറ്റും നോക്കി. എന്റെ ദേവി, ഇവിടെ നിന്ന് വീണ പൊടി പോലും കിട്ടില്ല. 4 മരങ്ങൾക്കിടയിൽ ഒരു ബെഡ് പോലെ കെട്ടിയിരിക്കുകയാണ്. ട്രീ ഹൗസ് പോലെ ട്രീ ബെഡ്. നമ്മൾ ഇന്ന് ഇവിടെയാണ് കിടക്കുന്നത്. അച്ചു പേടിച്ച് പതിയെ അതിലേക്ക് കയറി കിടന്നു. നല്ല ഉറപ്പുള്ള മരത്തിന്റെ ചില്ലകളും പലകയും ഒക്കെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ മേലെ വൈറ്റ് കളർ ബെഡ് വിരിച്ചിട്ടുണ്ട്. കൂടെ തലയണയും. 4 സൈഡിലും മറ്റു സുരക്ഷാ സംവിധാനങ്ങളൊന്നും തന്നെയില്ല. ഉറക്കത്തിലൊന്ന് തിരിഞ്ഞ് താഴെ കിടക്കും. അത് ചവിട്ടുമ്പോൾ കുലുങ്ങുന്നുമുണ്ട്. അച്ചു പേടിച്ച് വിറച്ചുകൊണ്ട് അതിലിരുന്നു. ദശ കൂളായി അവളുടെ അടുത്ത് വന്നിരുന്നു. അച്ചു വേഗം അവന്റെ നെഞ്ചിലേക്ക് തന്റെ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു കിടന്നു. അവനും അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പൊതിഞ്ഞു പിടിച്ച് കണ്ണുകൾ അടച്ചു കിടന്നു. വെളുപ്പിന് 4 മണിയായത്. ദശ കണ്ണുകൾ തുറന്നു. 4 മണിക്ക് ഒരു പ്രത്യേക കാഴ്ച കാണാം. അതിനു വേണ്ടിയാണ് ഇവിടെ ഇന്നലെ സ്റ്റേ ചെയ്തത്. അഹി, വേക്ക് അപ്പ്.
കുറച്ചും കൂടി ദശേട്ടാ. അവൾ ഒന്ന് ചിണുങ്ങിക്കൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ച് അവൻ അവളുടെ ഇടുപ്പിൽ ചേർത്ത് പൊക്കിയെടുത്ത് മുഖത്തേക്ക് അടുപ്പിച്ച് ആ ചോര ചുണ്ടുകളിലേക്ക് ചേക്കേറിയത്. അടച്ച കണ്ണുകൾ വെട്ടിത്തുറന്നു. പിന്നെയുള്ള കാഴ്ചകൾ കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. അവളിൽ വിരിയുന്ന ഓരോ ഭാവങ്ങളും നോക്കി അവളെ കൂടുതൽ തന്നിലേക്ക് ചേർത്ത് നിർത്തി. ദശിന്റെ ഇടതു വലത് സൈഡിൽ നിന്ന് ഒരുപാട് ചിത്രശലഭങ്ങൾ പറന്നു വന്നു. പല നിറത്തിലും പല വലിപ്പത്തിലും ധാരാളം ചിത്രശലഭങ്ങൾ എല്ലാം ആ ബെഡിന് ചുറ്റും പറന്നു നടന്നു. ചിലതൊക്കെ അവളുടെ തലയിലും ദേഹത്തിലും വന്നിരുന്നു. അനക്കുമ്പോൾ അവ വീണ്ടും പറന്നുയരും. ദശു പതിയെ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു. അച്ചു അവ പറന്നു നടക്കുന്നവ നോക്കി തല ഉയർത്തിയതും ദശ അവളുടെ കഴുത്തിലേക്ക് തന്റെ നാവിനെ ഇഴഞ്ഞു നീക്കി. അവളിൽ നിന്ന് ഒരു മൂള് പുറത്തേക്ക് വന്നു. കണ്ണേട്ടാ. അച്ചു കഴുത്തുയർത്തുന്നതിനനുസരിച്ച് ദശ അവളുടെ കഴുത്തിൽ തന്റെ നാവിനെ ചിത്രപ്പണി ചെയ്തു. പതിയെ അവിടെ നിന്നും ഇരു ഷോൾഡറിലേക്ക് മുഴഞ്ഞു. ഷോൾഡറിൽ നിന്നും പതിയെ സാരി മാറ്റി മാറിലേക്ക് ചേക്കേറിയതും അവളൊന്ന് ഉയർന്നു പൊങ്ങി കഴുത്തു പിറകിലേക്ക് വളച്ചുകൊണ്ട് അവളെ തന്നിലേക്ക് കൂടുതൽ വലിഞ്ഞു മുറുക്കി പിടിച്ച് താൻ പതിപ്പിച്ച ടാറ്റുവിൽ ചുംബനം കൊണ്ട് മൂടിയും പതിയെ നാവിനാൽ വിഴഞ്ഞു അവൻ അവളിൽ മായാജാലം തീർത്തു. അവന്റെ കൈകൾ ഇരുമാറിലേക്കും മുഖം മാറിൽ നിന്നും പൊക്കിൽ ചുഴിയിലേക്കും ചെന്നെത്തി. കണ്ണേട്ട. തന്റെ പേര് വിളിച്ചു പുലപ്പുന്നവളെ ദശുവല്ലാത്ത ഭാവത്തോടെ നോക്കി ആ നേവൽ റിങ്ങിൽ കടിച്ചു. നാവിനാൽ ഉഴഞ്ഞു വലിച്ചു അവളെ വേദനിപ്പിച്ചും ലാളിച്ചും കൊണ്ടിരുന്നു. അവിടെ നിന്നും മുഖമുയർത്തി അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി കിടന്നു. അച്ചു ഒരു നിമിഷം കണ്ണുകളടച്ച് ശ്വാസം ആഞ്ഞു വലിച്ചു. എന്തൊരു ഭംഗിയാ കണ്ണേട്ടാ. യു ആർ ദ ലക്കിയസ്റ്റ് ഗേൾ ഇൻ ദ വേൾഡ്. അച്ചു അവനെ നെറ്റി ചൊലിച്ചു നോക്കി. വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം നടക്കുന്ന പ്രതിഭാസമാണ് അഹി. അതും ഇത്രയും അധികം ബട്ടർഫ്ലൈസ് ഉണ്ടാകാറില്ല. നിന്നെ എങ്ങനെ ഇംപ്രസ് ചെയ്യണമെന്ന് തോന്നിയ പോലെ ധാനം തോന്നി. പക്ഷെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇവരെ ഒരിക്കലും ഒരു ദിശയിലേക്ക് പറത്തുവിടാൻ സാധിക്കില്ല. അവരവരുടെ ദിശയിലേക്ക് സഞ്ചരിക്കും. ഒരുപാട് കപ്പിൾസ് പരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും സക്സസ് ആയിട്ടില്ല. ഐ എം വെരി ഹാപ്പി. നീയും വളരെ ഹാപ്പിയാണെന്ന് നിന്റെ മുഖത്ത് നിന്ന് എനിക്കറിയാൻ സാധിക്കും. അതെ ദേശേട്ടാ, ഒരുപാട് ഹാപ്പിയാണ്. എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. താങ്ക് യു സോ മച്ച്. നെഞ്ചിലമർത്തി ചുംബിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവനും കിടന്നു. പിറ്റേന്ന് ദശു അച്ചുവും പോയത് സിംഗപ്പൂരിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ദ്വീപിലേക്കാണ്. സെന്റോസ. സിംഗപ്പൂരിലെ സെന്റോസ ദ്വീപ് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യത്തിന്റെ തെക്ക് ഭാഗത്തുള്ള ഒരു മനുഷ്യനിർമ്മിതമായ ദ്വീപാണ്. മുമ്പ് ഒരു സൈനിക താവളമായിരുന്ന ഈ ദ്വീപ് ഇപ്പോൾ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റി. സെന്റോസ ദ്വീപിൽ 3 ചെറിയ കടൽ തീരങ്ങളുണ്ട്. സിലോസോ, പലാവാൻ, ടൻജോങ് എന്നിങ്ങനെ 3 ബീച്ചുകൾ. സിലോസോ ബീച്ച് സിംഗപ്പൂരിലെ ഏറ്റവും സജീവമായ ബീച്ചാണിത്. പലാവൻ ബീച്ച് ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു. തൂക്കുപാലം കാണുന്നത് ഇവിടെയാണ്. ടൻജോങ് ബീച്ച് നിങ്ങൾ സമാധാനവും സ്വസ്ഥതയും തേടുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ള ബീച്ച് ഇതാണ്. ദ്വീപിന്റെ അങ്ങേയറ്റം കിഴക്ക് ഭാഗത്താണ് ടൻജോങ് കാണപ്പെടുന്നത്. അത്രയും ദൂരത്തേക്ക് ഒരുപാട് അളന്നെത്താറില്ല. ദശ നേരെ പോയത് ടൻജോങ് ബീച്ചിലേക്കാണ്. അവിടെ റിസോർട്ടിൽ ഒരു റൂം കൊടുത്ത് ഫ്രഷ് ആകാൻ പോയി. അച്ചുമുറി മൊത്തം ഒന്ന് നോക്കി. ഫുൾ വൈറ്റ് തീമാണ്. ബെഡ് മുതൽ പെയിന്റ് വരെ. അധികം തിരക്കുകളോ മറ്റോ ഒന്നുമില്ല. കുറച്ച് കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ. ദശ ഫ്രഷായി ഇറങ്ങിയത് അച്ചു കയറി. ദശ 3/4 ഇട്ടിരിക്കുന്നത്. അച്ചു കുളിച്ച് ഒരു സാരി ഉടുത്ത് കണ്ണാടിയിൽ നോക്കി തല തോർത്ത് നിൽക്കുമ്പോഴാണ് തന്റെ പുറകിൽ ഒരു ചുടുനിശ്വാസം അറിഞ്ഞത്. തല തുവർത്തിക്കൊണ്ടിരുന്ന കൈകൾ നിശ്ചലമായതും അച്ചു കണ്ണുകൾ അടച്ചു നിന്നു. തന്റെ പുറംമേനിയിൽ ചുണ്ടും നാവും കൊണ്ട് പുറംമേനിയിലെ വെള്ളത്തുള്ളികളെ ഒപ്പിയെടുക്കുകയാണ്. കണ്ണേട്ടാ. അവൻ മൂളിക്കൊണ്ട് പതിയെ തന്റെ പുറകുവശത്തുള്ള എല്ലാ മുടിയെയും തന്റെ ഇടതുവശത്തേക്ക് വകഞ്ഞു മാറ്റിയിട്ട് ഷോൾഡറിലൊന്ന് മുത്തി പതിയെ കടിച്ചു വിട്ടു. കണ്ണേട്ടാ. അഹേ.
ഐ കാൺട്ട് കൺട്രോൾ. കണ്ണേട്ടാ. പെണ്ണൊന്ന് വിറച്ചുപോയി. സ്വന്താക്കുക നിന്നെ. അവളെ തിരിച്ചു നിർത്തി നെറുകയിലൊന്ന് മുത്തിക്കൊണ്ട് അവനവളെ ഇരുകൈകളും കൂരിയെടുത്ത് ദശു നേരെ പൂളേരിയയിലേക്ക് നടന്നു. അച്ചു അവൻ പോകുന്നത് നോക്കി കണ്ണു മിഴിച്ചു നിന്നു. സാധാരണ ബെഡിലേക്കാണ് പോകേണ്ടത്, പക്ഷെ അവൻ അവളെയും കൊണ്ട് പൂളിലേക്ക് ഒറ്റച്ചാട്ടം. അച്ചു പ്രതീക്ഷിക്കാത്തത് കൊണ്ട് മൂക്കിലും വായിലും എല്ലാം വെള്ളം കയറി. അവളൊന്ന് ചുമച്ചു. കണ്ടിട്ടാ. രണ്ടുപേരുടെ നെഞ്ചു വരെ മാത്രമേ വെള്ളമുള്ളൂ. ദശ അവളെ അങ്ങനെ തന്നെ ഒന്നുകൂടെ മുക്കിയത്. അച്ചു അവന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചു. പതിയെ അവളെ തിരിച്ചിരുത്തി. അവന്റെ ഒരു കൈ ഷോൾഡറിലും മറുകൈ ഇടുപ്പിലും പിടിച്ച് സാരി ഊരിയെടുത്തെടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. വെള്ളത്തിലെ തണുപ്പിന് അച്ചു ഒന്ന് വിറച്ചു. കൂടെ അവന്റെ കൈകളുടെ ചൂടും. അവളെ വീണ്ടും തന്നിലേക്ക് ചേർത്ത് നിർത്തി. തലയും കുനിച്ചു നിൽക്കുന്നവളെ പതിയെ തന്റെ ചൂണ്ടുവിരലാൽ മുഖമുയർത്തി. അവന്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു. ഒടുവിൽ ഇരു കണ്ണുകൾ മുറുക്കി അടച്ചു. വിറച്ചു നിൽക്കുന്ന ചുണ്ടിലെത്തി പതിയെ തന്റെ തള്ളവിരലും ചൂണ്ടുവിരലും കൊണ്ടൊന്ന് നിരടി. അച്ചു വേദന കൊണ്ട് ചുണ്ട് തുറന്നത്. ആ നിമിഷം തന്നെ അവളുടെ ചുണ്ടുകളെ കടിച്ചു നുണഞ്ഞു. വാശിയോടെ, കൂടുതൽ ആവേശത്തോടെ ഇരു ചുണ്ടുകളും മാറി മാറി നുണഞ്ഞുകൊണ്ടിരുന്നു. പല്ലുകളാൽ കടിച്ചു ചപ്പിയും അവൻ അവളെ തളർത്തി. കീഴ്ചുണ്ടിൽ അമർത്തി കടിച്ചത് അച്ചു പെട്ടെന്ന് അലറിപ്പോയി. ആ നിമിഷം തന്നെ അവന്റെ നാവ് അവളുടെ നാവിനെ ചുറ്റിയെടുത്തു. അതിലെ തേനിനെ വലിച്ചു കുടിച്ചു. അച്ചുവിന്റെ കൈകൾ അവനെ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു. ശ്വാസം കിട്ടാതെ തല്ലിയും പിടിച്ചും കൊണ്ടിരുന്നു. അവൻ അവളെ ഇടുപ്പിൽ പിടിച്ച് കൂടുതൽ അവനിലേക്ക് അടുപ്പിച്ച് ഇടുപ്പിൽ നിന്ന് അവന്റെ കൈ മേലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ ബ്ലൗസ് ഹുക്കിലെത്തിയതും ദശ ഓരോന്ന് മൂരിയെടുത്ത് അഴിച്ചു മാറ്റി. കൂടെ അരയിലെ പാവാടയും അഴിച്ചു കളഞ്ഞു. ചുംബനത്തിലായിരുന്ന അച്ചു ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. തന്റെ കയ്യിൽ നിന്ന് എന്തോ വലിച്ചൂരിയതറിഞ്ഞ അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. ഇപ്പൊ തന്നെ പിഞ്ഞറുകൾ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ എന്നറിഞ്ഞവൾ ദശിനെ കെട്ടിപ്പിടിച്ച്. വെള്ളത്തിന്റെ തണുപ്പ്, ദശിന്റെ ശരീരത്തിലെ ചൂട് എല്ലാം അവളെ മറ്റൊരു തരത്തിലെത്തിച്ചു. അവളുടെ മാറുകൾ തന്റെ നെഞ്ചിലമർന്നതും ദശ കണ്ണുകളടച്ച് ഒരു നിമിഷം നിന്നു. പതിയെ തന്റെയും അവളുടെയും ബാക്കി വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി അവളെ പിന്നിൽ നിന്നും പുണർന്നു. അവനിലെ പുരുഷനെ അറിഞ്ഞതും അച്ചു വെട്ടി വിയർത്തുപോയി. അവൻ അവളെ പതിയെ തിരിച്ചെടുത്തുയർത്തിക്കൊണ്ട് പൂൾ സൈഡിൽ കൊണ്ടുവന്ന് കിടത്തിയതും അച്ചു വേഗം തന്നെ തിരിഞ്ഞു കിടന്നു. അത് കണ്ട ദശ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവളുടെ പുറംമേനിയിലേക്ക് തന്റെ ശരീരം അമർത്തിയതും അവളിൽ നിന്നും ഒരു ശുൽക്കാരം പുറത്തേക്ക് വന്നു. കണ്ണേട്ടാ. അവന്റെ ചുണ്ടും നാവുമെല്ലാം അവളുടെ പുറംമേനിയിൽ അലഞ്ഞു നടന്നു. അതനുസരിച്ച് അവളിൽ നിന്നും മൂളലുകൾ പുറത്തേക്ക് വന്നു. അവൻ പതിയെ അവളെ തിരിച്ചു കിടത്തിയതും അവൾ അവനെ കെട്ടിപ്പിടിച്ചു. പതിയെ കൈകൾ വിടിവെച്ചുകൊണ്ട് അവളെ താഴേക്ക് തന്നെ ചായച്ചു കിടത്തി. അവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി ഇരുമാറുകളും ചുംബിച്ചുണർത്തിക്കൊണ്ടിരുന്നു. മാറിൽ ചുംബിച്ചും കടിച്ചു അവളിലെ സ്ത്രീയെ ഉണർത്തിക്കൊണ്ടിരുന്നു. അച്ചുവിൽ നിന്നും ശിൽക്കാരങ്ങൾ പുറത്തേക്ക് വന്നു. മാറിൽ നിന്നും വയറിലേക്കും അവിടെ നിന്നും പൊക്കിൾ ചുഴിയിലേക്കും അവന്റെ ചുണ്ടും നാവും ഓടി നടന്നു. അവന്റെ ഓരോ പ്രവൃത്തിയിലും അച്ചു പുറകിലേക്ക് വളഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ അവളുടെ പെൺമയിലേക്ക് അവന്റെ ചുണ്ടുകൾ പ്രവേശിച്ചത് അവളൊന്നുയർന്നു പൊങ്ങിയവൾ പിടിച്ചു കടത്തിക്കൊണ്ട് അവൻ വീണ്ടും വീണ്ടും തന്റെ നാവിനെ അവിടെ ചിത്രം വരച്ചുകൊണ്ടിരുന്നു. അതനുസരിച്ച് അവളും വെട്ടിപിറച്ചു. അവിടെ നിന്നും അവന്റെ മുഖം ഉയർത്തി അവളുടെ ചുണ്ടുകൾ അമർത്തി ചുംബിച്ചത് അച്ചു അവളുടെ ചുണ്ടുകളെ വാശിയോടെ ചപ്പി ഒലിച്ചുകൊണ്ടിരുന്നു. പതിയെ അവളുടെ കാലുകൾ ഉയർത്തി വെച്ചുകൊണ്ട് അവളിലേക്ക് ആഴ്ന്നിറങ്ങി. അച്ചുവിന്റെ കരച്ചിൽ ചീലുകൾ പുറത്തേക്ക് തെറിച്ചു. വീണ്ടും വീണ്ടും അവളിലേക്ക് ആഴ്ന്നിറങ്ങിയതും അച്ചു അവനെ തടഞ്ഞു. കണ്ണേട്ടാ, നോവുന്നു. കണ്ണുകൾ നിറച്ചുകൊണ്ട് തന്നെ അവനെ നോക്കി വേണ്ടെന്ന പോലെ തലയാട്ടി. ഒന്നുമില്ലടാ,
ഇപ്പൊ കഴിയും. ഉം. ഒന്ന് മൂളാൻ മാത്രമേ അവൾക്ക് സാധിച്ചുള്ളൂ. പതിയെ വീണ്ടും അവളിലേക്ക് ആഴ്ന്നിറങ്ങി. അവളുടെ ചുണ്ടുകളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൻ അവൾക്ക് ആ വേദനയ്ക്ക് ആശ്വാസം നൽകി. പതിയെ വേദനയിൽ നിന്ന് സുഖമുള്ള നോവിലേക്ക് എത്തിയതും അച്ചു അവന്റെ പേര് വിളിച്ച് പുലമ്പിക്കൊണ്ടിരുന്നു. അതനുസരിച്ച് അവന്റെ വേഗത കൂട്ടിക്കൊണ്ട് അവൻ അവളിലേക്ക് കൂടുതൽ ശക്തിയോടെ പെയ്തിറങ്ങി. അവനെ കൂടുതൽ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളും കിടന്നു. ഒടുവിൽ അവളുടെ മാറിലേക്ക് അവൻ തളർന്നു കിടന്നു. തുടരും.